ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന അമിത്ഷായുടെ ആവശ്യം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. സംഭവത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന അമിത്ഷായുടെ ആവശ്യം വെറും രാഷ്ട്രീയ നാടകമെന്ന് UDF വിമർശനം. കൂടാതെ LDFും UDFും വർഗീയ സംഘടനകളുടെ വോട്ട് ബാങ്കാണെന്ന അമിത്ഷായുടെ പ്രസ്താവന കേരളത്തിന്റെ മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി വിശ്വാസത്തെ BJP ദുരുപയോഗം ചെയ്യലാണെന്നും കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് മിഷൻ 2026 തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി അമിത്ഷാ നടത്തിയ പ്രസ്താവനകളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തിലെ മാത്രം പ്രശ്നമല്ലെന്നും ദേശീയ തലത്തിൽ വിശ്വാസികളെ ബാധിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്നും നിലവിലെ അന്വേഷണത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പഴുതുകളുണ്ടെന്നും ആരോപിച്ച് ഒരു നിഷ്പക്ഷ ഏജൻസിയുടെ അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടു. കേസിൽ 2 LDF മന്ത്രിമാർ സംശയത്തിന്റെ നിഴലിലാണെന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനാവില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാണോ എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു. കേസ് നിഷ്പക്ഷ ഏജൻസിക്ക് കൈമാറുന്നതുവരെ BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളും ജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം അമിത്ഷായുടെ ഈ ആവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേവലം രാഷ്ട്രീയ ഗിമിക്ക് മാത്രമാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ LDFും BJPയും ഒത്തുകളിക്കുകയാണെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം വിശ്വസനീയമല്ലെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും UDF നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എങ്കിലും അമിത്ഷാ ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് വിശ്വാസികളോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് കേരളത്തിൽ രാഷ്ട്രീയ വേരോട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ്. കേസിലെ ദുരൂഹതകൾ നീക്കാൻ കോടതി മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം വേണമെന്ന് മുൻപ് തന്നെ UDF ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമിത്ഷായുടെ സന്ദർശനം വെറും രാഷ്ട്രീയ തന്ത്രമാണ്. കൂടാതെ സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ LDFും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾക്ക് വേണമെങ്കിൽ സ്വമേധയാ കേസ് ഏറ്റെടുക്കാമെന്നിരിക്കെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് അമിത്ഷാ പ്രസംഗം നടത്തുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഏതൊരു നിഷ്പക്ഷ ഏജൻസിയുടെ അന്വേഷണത്തെയും തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ BJP ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആയുധമാക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ശബരിമല തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് BJPയും LDFും പരസ്പരം സഹായിക്കുകയാണെന്നാണ് UDFിന്റെ പ്രധാന ആരോപണം. കേസിൽ ഗൂഢാലോചന ആരോപിച്ച് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ നിലനിൽക്കുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.